വയനാട്ടിലെ ആത്മഹത്യാ വിവാദങ്ങൾക്കിടെ KPCC ഭാരവാഹി യോഗം ഇന്നാണ്. സമ്പൂർണ്ണ വോട്ടർ പട്ടിക പരിഷ്കരണവും ഗൃഹസന്ദർശന പരിപാടിയും ചർച്ചയാകും. LDF നേതൃയോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഈ മാസം 20-ാം തീയതി മുതൽ തുടങ്ങുന്ന വികസന സദസ്സ് ചർച്ചയാകും. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃയോഗങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് സാക്ഷിയാവുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് KPCC ഭാരവാഹി യോഗമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് KPCC ഭാരവാഹി യോഗം വിളിക്കുന്നത്. നേതൃയോഗം വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന വിമർശനം പുതിയ നേതൃത്വത്തിനെതിരെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഭാരവാഹി യോഗം വിളിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരാൻ പോകുന്നത് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അവിടെ നേരത്തെ DC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ മരുമകൾ കൂടി ആത്മഹത്യക്ക് ശ്രമിച്ച വിഷയം വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ അവിടെ ഒരു പഞ്ചായത്ത് അംഗം ജോസ് തെല്ലേടത്തിൻ്റെ ആത്മഹത്യയും വലിയ വിവാദമായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ KPCCയുടെ നേതൃയോഗത്തിൽ ചർച്ചയ്ക്ക് വരും. ഒപ്പം തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകാൻ സാധ്യതയുണ്ട്. ഈ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് നിരവധി ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള തീരുമാനവും KPCCയുടെ നേതൃയോഗത്തിൽ ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് LDFിൻ്റെ നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. വൈകുന്നേരം 4 മണിക്ക് AK സെന്ററിലാണ് നടക്കുന്ന യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകാൻ പോകുന്നത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ മാസം 20 മുതൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. ഈ വികസന സദസ്സ് വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ LDF യോഗം ചർച്ച ചെയ്യും. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരായ നീക്കങ്ങൾ, അതായത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്ന കാര്യവും LDF നേതൃയോഗം ചർച്ച ചെയ്ത് തീരുമാനിച്ചേക്കും. SKN നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.